തമിഴിലും ഹിന്ദിയിലും ചില സിനിമകളിലെ കഥാപാത്രങ്ങൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് മലയാളി കഥാപാത്രങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് മലയാള ഭാഷയോട് വല്ല പൂർവ്വവൈരാഗ്യമുണ്ടോ എന്ന് ചോദിക്കാൻ തോന്നിപ്പോകാറുണ്ട്. അത്രമേൽ വൃത്തികേടായിട്ടാണ് പല സിനിമകളിലും കാണുന്നത്. ഈ സിനിമയുടെ ഒരു പോസിറ്റീവ്, ഒരേ ഒരു പോസിറ്റീവ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, തെറി എന്ന് പറയുന്ന സിനിമയിൽ വിജയ് സാർ ഞാൻ ജോസഫ് കുരുവിള എന്നൊക്കെ പറഞ്ഞ് ഒരു മലയാളം പറയുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പുള്ളി വൃത്തിക്ക് അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററായിട്ടാണ് വരുൺ ധവാൻ ഈ സിനിമയിൽ അതേ സീനിൽ മലയാളം പറയുന്നത്. പക്ഷേ അതിനും കൂടി ചേർത്ത് മലയാള ഭാഷയെ ക്രൂശിക്കുന്ന കുറേ പ്രയോഗങ്ങളും പിന്നെ പാട്ടും ഒക്കെയുള്ള ഒരു സിനിമയാണ് ബേബി ജോൺ. തല്ലിപ്പൊളി പടമാണെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാലും കാശ് കൊടുത്ത് അകത്ത് കയറി പോയില്ലേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു തീർക്കാൻ, ചിലപ്പോൾ ക്ലൈമാക്സ് എങ്കിലും നന്നായാലോ എന്ന് കരുതി കാത്തിരിക്കുന്ന പ്രേക്ഷകൻ്റെ മുഖത്ത് നോക്കി ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് ഈ അടുത്തായി പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു ഡയലോഗ് CID മൂസയിൽ സലിംകുമാർ പറയുന്ന ഡയലോഗാണ്. ക്ലൈമാക്സാ ഈ പടത്തിലാ, അടുത്ത പടത്തിലാവട്ടെ എന്ന് പറഞ്ഞ് സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ട് സിനിമ എങ്ങനെയെങ്കിലും അങ്ങ് അവസാനിപ്പിക്കും. എന്നിട്ട് ഈ സെക്കൻഡ് പാർട്ട് വരുമോ? എവിടെ നിന്ന് വരാൻ? ഫസ്റ്റ് പാർട്ട് കണ്ടു തീർത്തതിന് തന്നെ പ്രേക്ഷകന് നാഷണൽ അവാർഡ് കൊടുക്കണം. ആ പടം പൊട്ടിയതിൻ്റെ കടം തീർക്കാൻ പ്രൊഡ്യൂസർ കാർഷിക ലോൺ എടുക്കണം. പക്ഷേ ആ പരിപാടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് അനൗൺസ്മെൻ്റൊക്കെ ഇപ്പോൾ ബോളിവുഡ് പുതിയൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ നാടകം വിജയകരമായി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ കണ്ട പടമില്ലേ, ഇതൊരു പടമല്ല, ഇതൊരു വലിയ ഫ്രാഞ്ചൈസിയാണ്. ഇത് ഞങ്ങൾ മറ്റേ സിനിമാറ്റിക് യൂണിവേഴ്സുമായിട്ട് അങ്ങ് മിങ്കിൾ ചെയ്യിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മളൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കും. പിന്നെ സൂപ്പർ സ്റ്റാർസ് വരുന്നു, അയ്യോ ഒന്നും പറയണ്ട, നിങ്ങൾ അതുകൊണ്ട് അടുത്ത പടമൊക്കെ ശ്രദ്ധിച്ച് കാണണം കേട്ടോ, ഈ പടവും പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കണ്ടോ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വെപ്പാണ്. ഈ പടവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ബേബി ജോൺ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അറ്റ്ലി സംവിധാനം ചെയ്ത് വിജയ് നായകനായി അഭിനയിച്ച് റിലീസായ തെറി എന്ന് പറയുന്ന സിനിമയുടെ ഒരു റീമേക്കാണ് ഈ പടം. മൊത്തം സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം തെറി തന്നെയാണ്. പക്ഷേ തെറി എന്ന് പറയുന്നത് ഒരു ബലൂൺ ആണെന്ന് വിചാരിക്കും. അതിൻ്റെ അകത്ത് കാറ്റ് മുഴുവൻ അഴിച്ചു കഴിഞ്ഞാൽ എന്താണോ അതാണ് ഈ സിനിമ. ഇനി കുറച്ച് ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ചേഞ്ച് കൊണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചേഞ്ചും തോന്നില്ല. ഒരിടത്ത് പോലും സിനിമ പ്രേക്ഷകൻ്റെ ഉള്ളിലൊന്ന് ഉയർന്നു വരാൻ പാകത്തിനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് ഫീൽ ചെയ്തേയില്ല. ഈ തെറി സിനിമയിൽ ഭയങ്കര കയ്യടി കിട്ടിയിട്ടുള്ള ചില സീനുകൾ, അതൊരു 1-2 സീനുകൾ ഈ സിനിമയിൽ പ്രേക്ഷകൻ ഗതികേട് കൊണ്ട് കൈയടിക്കുന്നത് തിയേറ്ററിൽ ഇരുന്ന് കണ്ടു. ഒരുപാട് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിലിരുന്നാണ് സിനിമ കണ്ടത്. അവരൊക്കെ ഉറങ്ങുമായിരുന്നോ അതോ കരയായിരുന്നോ എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ പടം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എണീറ്റ് നിന്ന പ്രേക്ഷകരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഒരു സാധനം സിനിമയിലുണ്ടായിരുന്നു. അത് പക്ഷേ ഈ സിനിമയുടെ പോസിറ്റീവ് എന്നൊന്നും പറയാനില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് വരുമ്പോൾ തെറി ചെയ്തത് GV പ്രകാശാണ്. ഗംഭീരമായിട്ട് ആ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ പടം കാണുമ്പോൾ ഉള്ള ഒരു ഫീലും ആ എനർജിയും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ തമനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിറച്ച് ശബ്ദമാണ്, ശബ്ദ കോലാഹലമാണ്. പക്ഷേ എവിടെയും ഈ പറയുന്ന ഒരു ഹീറോ വരുന്നതിൻ്റെ ഒരു ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ മറ്റൊരു രംഗത്തിൻ്റെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. കുറേ ശബ്ദം നമ്മളിങ്ങനെ കേൾക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് തമൻ്റെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ചെയ്തു വെക്കുന്ന ചില ഗംഭീര സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമയിൽ നിരാശയാണ്. പിന്നെ കീർത്തി സുരേഷ് ഇതിൽ ചെയ്തിരിക്കുന്നത് തെറിയിൽ സമന്ത ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. അങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും തെറി കഴിഞ്ഞിറങ്ങുമ്പോൾ സമന്ത നമ്മുടെ മനസ്സിലൊരു ഇമേജ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവരുടെ ക്യാരക്ടർ, അതിലൊരു ഫൺ എലമെൻറ്റ്, അതിലൊരു പ്രണയത്തിൻ്റെ എലമെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടാവും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ കോർ ക്യാരക്ടറിൻ്റെ ഒരു ഷാഡോ ആയി നിൽക്കാൻ പോലും, അതായത് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ മനസ്സിൽ എവിടെയെങ്കിലും ഒരു വരപ്പാട് പോലെ അവശേഷിക്കാൻ പോലും കീർത്തിക്ക് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്യൂട്ടാവാനുള്ള കുറേ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഈ സിനിമയുടെ ടോട്ടാലിറ്റിയുടെ കൂടിയാട്ടോ. കീർത്തി സുരേഷിൻ്റെ മാത്രം കുഴപ്പമൊന്നുമല്ല, സിനിമയുടെ ടോട്ടാലിറ്റിയിൽ തെറിയുടെ ഒരു വര മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഈ തമിഴ് സിനിമാ താരങ്ങളെയൊക്കെ ബോളിവുഡ് സിനിമാ താരങ്ങൾ പല അവാർഡ് പരിപാടികളിലൊക്കെ വെച്ച് പുകഴ്ത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവരിൽ ബഹുഭൂരിപക്ഷം പേരും തമിഴ് സിനിമ കാണുന്നില്ല എന്നുള്ളത് ഇപ്പം ഇറങ്ങുന്ന ഇങ്ങനത്തെ കുറച്ച് സിനിമകളൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പത്താനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിജയുടെ ഒന്നിലധികം സിനിമകളുടെ ഒരു മിക്സാണ്. പക്ഷേ അവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നിലധികം വിജയ് കഥാപാത്രങ്ങളിലൂടെ കൊണ്ടുവന്നിട്ടുള്ളൊരു സ്റ്റൈല്, സ്വാഗ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഇമോഷൻ, അതായത് ഒരു സെൻറ്റിമെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു ഇടിക്ക് കാരണമാവുന്ന ഒരു സിറ്റുവേഷനോ കാണുമ്പോൾ നമുക്കങ്ങ് ഫീൽ ചെയ്യാണ്, ഉള്ളിലങ്ങ് തട്ടൂലേ. അതിനെ ഒരു 4-5 വിജയ് പടത്തിൻ്റെത് ഒരു ഷാറൂഖ് ഖാൻ പടത്തിലേക്ക് വന്നപ്പോൾ ഷാറൂഖ് ഖാൻ അത് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ തെറി എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയിൽ വിജയുടെ സ്വാഗോ, സ്റ്റൈലോ, ഇമോഷണൽ കണക്റ്റോ, ഫൈറ്റോ ഒന്നും വരുൺ ധവാനെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഒരു വിജയ് കഥാപാത്രത്തിനെ താങ്ങാൻ മാത്രമുള്ള ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റൈലോ ഒന്നും വരുൺ ധവാൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ സിനിമയിലെ കുട്ടികൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് രസമാണ്. ഈവൻ അവർ അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതാണെന്ന് കണ്ടാൽ പോലും അതിലൊരു ക്യൂട്ട്നെസ് ഉണ്ട്. നമ്മൾ ആ രസത്തിലങ്ങ് ഇരുന്നോളൂ. എന്തായാലും ആകെ മൊത്തത്തിൽ നമ്മൾ ഫൈറ്റ് എടുത്ത് നോക്കിയാൽ, സെൻറ്റിമെൻറ്റ്സ് എടുത്ത് നോക്കിയാൽ, പ്രണയം എടുത്ത് നോക്കിയാൽ, സോങ്ങും ഡാൻസും എല്ലാം എടുത്ത് നോക്കുമ്പോഴും, ഇൻക്ലൂഡിങ് പാസം, വില്ലൻ ക്യാരക്ടർ, അയാളുടെ വില്ലൻ ഷെയ്ഡ്, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും
അനക്കമില്ലാതെ മരിച്ചു കിടക്കുന്ന തെറി എന്ന സിനിമയാണ് നമുക്ക് ബേബി ജോണിൽ കാണാൻ പറ്റുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഈ പറയുന്ന ഹിന്ദി സംസാരിക്കുന്ന ഒരു ഓഡിയൻസിനോടൊപ്പം ഇരുന്നിട്ടും അവിടെ ഒന്നും ഒരു ബഹളമോ ഒരു കയ്യടിയോ ഞാൻ കേട്ടില്ല. എന്തിനോ വേണ്ടി തിളച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കഴിയുമ്പോൾ, പ്രത്യേകിച്ചിട്ട് ക്ലൈമാക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനൊക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മൾ ഈ മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയില്ലേ, ഒരുപാട് മുട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതായത് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നാൽ കൃത്യമായ വാതിലുകളിൽ കൃത്യമായ സമയത്ത് മുട്ടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ചില ഡോറുകൾ തുറക്കപ്പെടും. അറ്റ്ലി കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ഡോറുകളിൽ മുട്ടുന്നുണ്ട്. അയാൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഈ സിനിമ കഴിയുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ട്. അത് സംഭവിക്കട്ടെ, മച്ചാൻ പൊളിക്കട്ടെ. ആൻഡ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ ഇതായിരിക്കില്ല ചിലപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു ഗംഭീര സിനിമയായിട്ട് തോന്നിയിട്ടുണ്ടാവും. വരുൺ ധവാനൊക്കെ തകർത്ത്, കീർത്തി സുരേഷിൻ്റെ അഭിനയം ഓസ്കാർ ലെവൽ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണം വേണ്ടി തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും.